ഹായ് ഒരുവൻ, ഇന്ന് എൻ്റെ കയ്യിൽ എന്താണെന്നറിയോ? നല്ല ബീഫ് ഉലർത്തിയതുപോലെയുള്ള സോയ ചങ്ക്സ് ഉലർത്തിയതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്, ബീഫിൻ്റെ അതേ ടേസ്റ്റാണ്. നല്ല നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉലർത്തിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്ന് തിളച്ച് വരുന്ന വരെ വെക്കാം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി കളയാം കേട്ടോ. നല്ലപോലെ മുറുക്കെ പിഴിഞ്ഞെടുക്കണേ. പിഴിഞ്ഞ് വേറെ പാത്രത്തേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക, അത്രേ വേണ്ടോ. നിറച്ചിടാം. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിനായിട്ട് എടുത്ത് വെച്ചേക്കണത് ഒരു അരമുറി നാളികേരത്തിൻ്റെ കൊത്ത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 10 ചുവന്നുള്ളി ചതച്ചത്, 6 ഉണക്കമുളക് ചതച്ചത്, പിന്നെ വെളുത്തുള്ളി 2 കുടം ചതച്ചത്, പിന്നെ 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. 3 ചെറിയ സവോളയും ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടി തീരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാളികേരത്തിന്റെ കൊത്തുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചതും, ഉള്ളി ചതച്ച് വെച്ചതും, വെളുത്തുള്ളി ചതച്ച് വെച്ചതും, പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. കരിഞ്ഞു പോകാതിരിക്കാൻ ഈ സമയത്ത് നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. ഇതിൻ്റെ പച്ചച്ചവ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവോള ഇല്ലേ, അതും കൂടി ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മളിത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വേഗം വഴന്ന് കിട്ടാനും, പിന്നെ ഈ മസാലയ്ക്കുള്ള ഉപ്പും സോയാബീനുള്ള ഉപ്പും നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ വേവിക്കുമ്പോൾ. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വരട്ടെ കേട്ടോ, അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. സവോളയും നമ്മളിട്ട മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് പച്ചച്ചോയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് ചതച്ച് മാറ്റി വെച്ച സോയാബീനില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ല വലിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവാണേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി 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 ചിക്കി പരത്തി നമ്മൾ നല്ലപോലെ മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഉലർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെക്കാം. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ അതിലേക്ക് ഇറങ്ങണ വരെ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇതെല്ലാവർക്കും സെർവ് ചെയ്തു കേട്ടോ. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇതൊരു നല്ല ഡിഷാണ് കേട്ടോ. അതുപോലെ തന്നെ നോൺ വെജ് ഒന്നും ഇല്ലാത്തപ്പോൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ അവരെല്ലാവരും കഴിച്ചോളൂ കേട്ടോ. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണേ.